ഹായ്, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. പലരും നമ്മുടെ കമൻറ്റിനകത്ത് പറഞ്ഞു, സാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലിങ്ക് കാണുന്നില്ല, ലിങ്ക് എക്സ്പയർ ആയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഈ ഫസ്റ്റ് കമൻറ്റിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചേക്കാം. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ ഗ്രൂപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ടെമ്പററി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിക്കാം. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ മറന്നുപോയി പറയാൻ, അവസാനം ഇത് കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ജോയിൻ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എൻട്രി പോയിൻറ്റുകൾ കിട്ടി. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. തിരിച്ച് താഴോട്ട് വീണപ്പോഴും മുകളോട്ട് കയറിയപ്പോഴും ഒക്കെ കൃത്യമായ എൻട്രി പോയിൻറ്റുകൾ ഉണ്ടായിരുന്നു. ന്യായമായ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനും അവസരങ്ങളുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ന് എല്ലാ പ്രീ മാർക്കറ്റുകളും ഇന്ന് എല്ലാവരും ഇന്ന് പറഞ്ഞത് മാർക്കറ്റ് വളരെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. കാരണം ഈ ഗിഫ്റ്റ് നിഫ്റ്റി അങ്ങനെയാണ് സൂചിപ്പിച്ചത് അല്ലേ. ഈ മാർക്കറ്റ് ഇന്ന് 50 മുതൽ 100 പോയിൻ്റ് വരെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ഇന്ന് എക്സ്പയറി ഡേ ആണ്, ഫൈനൽ മന്ത്ലി എക്സ്പയറി ആണ്. അതുകൊണ്ട് ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഞാൻ പറഞ്ഞു, പ്രീ മാർക്കറ്റ് വോയിസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് 28 പോയിൻ്റ് മാത്രം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. ഏകദേശം 28 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, ഇപ്പോൾ ആ അവസാന ഒരു 30 സെക്കൻഡിലെ സംഭവവികാസങ്ങൾ വെച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ പക്ഷേങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. ഓക്കെ, അപ്പോഴും ഞാൻ എൻ്റെ വ്യൂവിൽ നിന്ന് ഒരിക്കലും മാറിയില്ല. കാരണം ഞാൻ ആ നോട്ടീസ് ചെയ്തത്, അത് ഞാൻ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് കൊണ്ടായ സംഭവവികാസമല്ല, പലപ്പോഴായിട്ട് ഞാൻ കണ്ടുവരുന്ന സംഭവവികാസം വെച്ചിട്ട് നമുക്ക് ഞാൻ എന്താ സംഭവം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:30 ആകുമ്പോഴാണല്ലോ പ്രീ മാർക്കറ്റ് നമ്മുടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകും. അപ്പോൾ 9:30 ആ 9:07 കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ നിഫ്റ്റി പ്രീ മാർക്കറ്റിൽ ഏകദേശം 100 പോയിൻറ്റോളം ഡൗണ് പോയി. ഓക്കെ, 100 പോയിൻറ്റോളം ഡൗണ് പോയതിന് ശേഷം മാർക്കറ്റ് പ്രീ മാർക്കറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതങ്ങോട്ട് പ്രീ മാർക്കറ്റ് അങ്ങോട്ട് അവസാനിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഈ പറയുന്ന 90 പോയിൻ്റ് എന്നുള്ളത് 100-90 റേഞ്ചിൽ നിന്ന് പോയിൻ്റ് പെട്ടെന്ന് 28 തിരിച്ചു വന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, അപ്പം ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോകാൻ കണ്ടിട്ടുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ. മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ജമ്പി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അതായത് മാർക്കറ്റ് ഇപ്പോൾ 10-100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് പ്രീ മാർക്കറ്റിൽ 100 പോയിൻ്റൊക്കെ ഗ്യാപ്പ് അപ്പ് കാണിച്ചതിന് ശേഷം ആ പ്രീ മാർക്കറ്റ് അങ്ങോട്ട് തീരാറാകുമ്പോഴത്തേക്ക് ഈ 100 പോയിൻ്റ് എന്നുള്ളത് പെട്ടെന്ന് 20-30 പോയിൻ്റ് വന്നിട്ട് അങ്ങനെ 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം 9-15 മാർക്കറ്റ് എന്ത് ചെയ്യും, ഒറ്റ ജമ്പ് മുകളിലോട്ട് 50 പോയിൻ്റ് 60 പോയിൻ്റ് 70 പോയിൻ്റിലായിരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റിനെ പുഷ് ചെയ്ത് നേരെ മുകളിലോട്ട് കൊണ്ടുപോയി. പക്ഷേ ആ മേലോട്ട് 80 പോയിൻ്റോളം മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിന് ശേഷമാണ് എന്ത് സംഭവിച്ചേ, അവിടുന്ന് പിന്നെ ഒരു ഭീകര ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26.040 നിന്ന് ഏകദേശം 28 ഒരു 200 പോയിൻറ്റിൻ്റെ ഫോള് ഇല്ലേ. 140, 940, 840 ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഫോൾ എന്ത് ചെയ്തു മാർക്കറ്റ് ഈ ഹൈയിൽ നിന്ന് 200 പോയിൻറ്റിൻ്റെ ഫോള് നമുക്ക് കിട്ടി. അപ്പോൾ എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്ന് എക്സ്പയറി ഡേ ആണ്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ഈ എക്സ്പയറി ട്രേഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഉരുകി പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, രാവിലെ തന്നെ വിക്സും അതിൻ്റെ കൂടെ തന്നെ ക്രമാതീതമായിട്ട് നമ്മൾ വിക്സും കൂടുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്തത് ഏകദേശം 0.8%, പക്ഷേ 5% വരെ വിക്സ് കൂടിയായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ വിക്സ് കൂടുന്നതും
മാർക്കറ്റും മുകളിലോട്ട് പോകുന്നു, വിക്സും കൂടുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റിൻ്റെ പർപ്പസ്ഫുള്ളി കുറച്ച് മുകളിലോട്ട് കൊണ്ടതിന് ശേഷം നേരെ മാർക്കറ്റിനെ അടിച്ച് പൊട്ടിച്ച് നേരെ താഴോട്ടിട്ടു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് 50 to 100 പോയിൻ്റാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് കണ്ടത്. ഗ്യാപ്പ് അപ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തത് അല്ലേ. പക്ഷേ എന്താ സംഭവിച്ചത്? വെറും 30 പോയിൻറ്റ് 20 പോയിൻറ്റ് 28 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ. അതിനുശേഷം മാർക്കറ്റ് 80 പോയിൻറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, അതിനുശേഷം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ. ഇവിടുന്ന് റിജക്റ്റ്, ഇവിടെ നമുക്ക് ഒരു വായുവിലാണ് നമ്മുടെ ചാർട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ 25,981 വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു റീടെസ്റ്റ് അല്ലെ സസ്റ്റെയിൻ പോലെ ഒരു റീടെസ്റ്റ് ചെയ്തു. കാരണം ഈ ഒരു ക്യാൻഡിൽ നമുക്കറിയാം നല്ല രീതിയിലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം താഴോട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇല്ലേ തന്നെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഒരു ട്രേഡിന് വേണേൽ പ്ലാൻ ചെയ്യായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ കയറിയവർക്ക് സുന്ദരമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ കയറിയവർക്ക് ഇവിടെ ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വന്നു. നമ്മളുടെ ഈ പോയിന്റിൽ നമ്മൾ നോക്കിക്കേ, കറക്റ്റായിട്ട് നമ്മുടെ മാർക്കറ്റ് ഇവിടെ വീണു. ആദ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം വന്ന് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിൽ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തു. അവിടുത്തെ ശേഷം വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ വന്നിട്ട് വീണ്ടും താഴോട്ട് വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മേളിൽ പോയി തട്ടിക്കളിച്ചു. വീണ്ടും അതേ പോയിന്റിൽ ഈ പോയിന്റിൽ തന്നെ വന്ന് എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തു അല്ലെ റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ച് കയറി. അപ്പോഴും നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് റെസൻസ് ഫേസ് ചെയ്തിരുന്നില്ലേ. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഒരു പൊട്ടൽ, അതായത് ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലുണ്ട്, 2 റിജക്ഷൻ അടുപ്പിച്ച് വന്നു. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വളരെ ചെറിയ പ്രീമിയം ആയിരുന്നു ഈ എക്സ്പയറി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു ഫോള് കിട്ടി. കൃത്യമായിട്ട് നമ്മൾ വരച്ച 25,805 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം ഇവിടുന്ന് നേരെ തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പം ഇന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒരു ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ അത്യാവശ്യം 10-15 പോയിൻ്റ് എടുത്ത് മാറി നിൽക്കാൻ അവസരം ഉണ്ടായിരുന്നു. അല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. ഞാനൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ക്യാപ്ചർ ചെയ്തവർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഇപ്പോൾ തൽക്കാലം ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിനിയും സംഭവവികാസം എന്ന് പറഞ്ഞാൽ ഇന്ന് FOMC മീറ്റിംഗ് ഇന്നല്ല നാളെയാണ്. ഇന്നും നാളെ FOMC, അതായത് അമേരിക്കയിലെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഇന്നും നാളെയാണ്. ഓക്കെ, ഇന്ന് 28, 29 ഓക്കെ, അപ്പം നാളെ വൈകുന്നേരം പവൽ എണ്ണം വരും. നാളെയാണ് പവൽ നമുക്ക് അവരുടെ റേറ്റ് കട്ട് തീരുമാനിക്കുന്നത്. എല്ലാവരും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25 റേറ്റ് കട്ട് ചെയ്യും എന്നാണ് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ന് നമ്മുടെ അണ്ണൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ട്രംപ് അണ്ണൻ. എന്താ പറഞ്ഞറിയോ? ഇനിയും കുറച്ച് നാളൂടെയൊക്കെ ഉള്ളൂ പവൽ ആ കസേരയിൽ, കുറച്ച് നാളൂടെ ഉള്ളൂ, ഫ്യൂ മന്ത്സ് കൂടെ ഉള്ളൂ എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പവൽ അണ്ണനെ ചൊടിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം പവലിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും മാർക്കറ്റിനെ തകർക്കാനും ഉയർത്താനുള്ള ശക്തിയുണ്ട്. ഓക്കെ, അപ്പം ഈ ട്രംപ് കലിപ്പിച്ച് ഈ ഡയലോഗ് പറഞ്ഞപ്പം അങ്ങേര് തിരിച്ച് അതേ രീതിയിൽ പ്രതികരിച്ചാൽ ഒരു പക്ഷേ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പം എല്ലാവരും നമ്മുടെ പവലിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ്. നാളെ വൈകുന്നേരം FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം പുറത്ത് വരത്തുള്ളൂ. അപ്പം ഈ ട്രംപ് ഇങ്ങനെ വിടുവായ്ത്തരം പറയുകയും ഇങ്ങേര് അതിനോട് പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തുവായി തീരും എന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിൽ പല ന്യൂസുകളും നടക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ ഓയിൽ കുറയ്ക്കുന്നു അല്ല നിർത്തുന്നു എന്നൊരു ന്യൂസുകൾ വരുന്നുണ്ട്. റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിൽ നിന്നും അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് ഒക്കെ ഒരു ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് നമുക്കറിയത്തില്ല. ഇനി അല്ല ഈ 2 കമ്പനിക്ക് പകരം വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കമ്പനി വഴി മേടിക്കുമോ, അല്ല അതായത് ഓൾട്ടർനേറ്റീവ് കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ റോസ്നെഫ്റ്റും ഈ ലൂക്കോയിലും അവിടെ തന്നെയുള്ള വേറെ സബ്സിഡറി കമ്പനികൾക്ക് കൊടുത്തിട്ട് ആ വഴി ഇന്ത്യ വാങ്ങിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളൊക്കെ വളരെ പ്രശ്നകലുഷിതമായിരിക്കും. എന്തായാലും ഇന്ന് റിലയൻസ് പിടിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് നിഫ്റ്റി ഇത്രയെങ്കിലും പൊട്ടാതെ പിടിച്ച് നിന്നത്. അല്ലെങ്കിൽ റിലയൻസും കൂടെ ഇന്ന് പൊട്ടിയിരുന്നെങ്കിൽ ഇന്ന് നല്ല രസമായിരുന്നു. ഓക്കെ, നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. റിലയൻസ്
റിലയൻസ് ഇന്ന് 2.80 10 പോയിന്റ് വരെയൊക്കെ മുകളിലോട്ട് കയറിയായിരുന്നു റിലയൻസ്. ഇവിടം വരെ നല്ലപോലെ കയറിയതിന് ശേഷം നല്ല ഫോള് കിട്ടി. അതിനുശേഷം വീണ്ടും തിരിച്ച് റിക്കവർ ചെയ്ത് നിന്നു, റിലയൻസ് പിടിച്ചു നിന്നു. ബാക്കി എല്ലാവരെല്ലാം HDFC ഒക്കെ താഴെ പോയെങ്കിലും പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവരെല്ലാം തിരിച്ച് കയറി. ഓക്കെ, ICICI അതുകൊണ്ട് തിരിച്ച് താഴോട്ട് കൊണ്ടുപോയി. അപ്പം റിലയൻസ് ആണ് സത്യം പറഞ്ഞ് ഇന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത്. കാരണം ഇൻഫിയും TCS ഒക്കെ വളരെ ശോകമായിരുന്നു. ഓക്കെ, അപ്പം ഇനി നാളെ ഇതേ സംഭവം തന്നെ നാളെ റിലയൻസ് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി പിടിച്ച് നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ കഥയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നാളെ എന്തായാലും ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ സാഹൂതം വീക്ഷിക്കുക. അത് മാത്രമല്ല പിന്നെ നാളെ പുതിയ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം ഇനിയിപ്പം നമുക്ക് പറഞ്ഞല്ലോ ഗ്ലോബലി എന്ത് പോസിറ്റീവ് ന്യൂസ് ഉണ്ടായാലും നമ്മൾക്ക് ഇങ്ങനെ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പം ചൈനയുമായിട്ട് ഉള്ള ഡീലൊക്കെ ഏകദേശം റെഡി ആയെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരുമായിട്ടുള്ള ഡീൽ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഇങ്ങനെ കോർണറിൽ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ നമ്മളെ ചൈന ഒപ്പിട്ടല്ല, അതുകൊണ്ട് നിങ്ങളും ഒപ്പിടണം എന്ന് ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് ട്രംപിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റ്. എന്തായാലും മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കരാറിന് നമ്മുടെ ഈ താരിഫിൻ്റെ പ്രശ്നത്തിന് അതിൻ്റെ പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ അപ്പ് മൂവ്മെൻറ്റ് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കറയും കളിക്കത്തേ ഉള്ളൂ. അത് വളരെ ക്ലിയറാണ്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്കിനിയിപ്പം ഇതിനകത്തിൽ മാർക്കറ്റ് ഈ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മുടെ ലൈനിലാണ് 25,931 36 ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലെങ്ങാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ചങ്ങോട്ട് വരുന്നത് നോക്കുക. തിരിച്ച് ഉടൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകുമോ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് താഴോട്ട് വരുമോ എന്നുള്ള കാര്യം നോക്കുക. എന്തായാലും നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്, നമ്മുടെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ ഈ 25,805 ഇന്നെടുത്ത ഈ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് നാളെയും പ്രധാനം. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് ഈ 805 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് പിന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇത് പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പ. അത് നമ്മൾ ഓർത്തോണം. ഓക്കെ, അല്ല ഇനിയിപ്പോൾ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 981 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26,100 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം മുകളിലോട്ട് പോയാൽ ബാക്കി കഥ ശേഷം കാഴ്ചയിൽ നിന്ന് മാത്രമേ തൽക്കാലം ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തായിരുന്നു. ഇതേ ലെവലുകൾ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ശോകമായിരുന്നു. ബാങ്ക് നിഫ്റ്റി രാവിലെ വലിയ മൂവ്മെൻറ്റൊക്കെ തന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ നിഫ്റ്റി പൊട്ടിയ പോലെ തന്നെ ഇവരും പൊട്ടിയതിന് ശേഷം വീണ്ടും തിരിച്ച് റിക്കവർ ചെയ്തു, വീണ്ടും പൊട്ടി, വീണ്ടും പോയി. നമ്മുടെ ഇതേ ലൈനി മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ ആയെന്ന് പറഞ്ഞ കണക്ക് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ച് നിന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു വലിയ മൂവ്മെൻറ്റ് നോട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇത് ഓൾ ടൈം ഹൈ നിൽക്കുന്ന സാധനമാണ്. അപ്പം അതിന് മുകളിലോട്ട് പോകാനൊരു പരിധിയുണ്ട്. അപ്പോൾ എപ്പോഴും താഴോട്ട് വരാൻ വേണ്ടിയുള്ളൊരു ശ്രമം എപ്പോഴും ഇത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ റേഞ്ച് തന്നെ നമ്മൾ നോക്കി വെക്കുക. അടുത്ത നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ ഇന്ന് നമ്മുടെ റേഞ്ചിനകത്ത് തന്നെ ഒന്ന് കളിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ 13,359 13,315 എന്ന് പറയുന്ന ഈ 2 പോയിൻറ്റിനകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ഓടി കളിച്ച് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുത്തായിരുന്നു ഇല്ലേ. ഇവിടുന്ന് ഈ റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ ചാർട്ട് ഗ്രൂപ്പിലിട്ടായിരുന്നു ഇല്ലേ. ഇവിടെ നമുക്ക് വൃത്തിയായിട്ട് നല്ല സുന്ദരമായിട്ടൊരു ട്രേഡ് ഇവിടെ കിട്ടി, എനിക്കും കിട്ടി. ഞാൻ നെക്സ്റ്റ് എക്സ്പയറിയിലാണ് ട്രേഡ് ചെയ്തത്. ഓക്കെ, ഏകദേശം എനിക്കൊരു 7,000 രൂപയോളം ഈ ട്രേഡിനകത്തിൽ കിട്ടി എനിക്ക്. ഓക്കെ, അതിനുശേഷം വന്നു എല്ലാവരും കയറിയ പോലെ തന്നെ ഇവനും തിരിച്ച് അതുപോലെ തന്നെ കയറി. എവിടെയാണോ ഈ ഇന്നത്തെ ഹൈ, ആ ഹൈ തന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ടെമ്പററി ലൈൻ വേണം നമുക്കിവിടെ വരയ്ക്കാം കേട്ടോ. ഒരു ടെമ്പററി ലൈനാണ് ഇത് നോക്കിക്കോ. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിനകത്ത് തന്നെ കടന്ന് കളിക്കും. നാളെ പുതിയ കോൺട്രാക്റ്റാണ്, എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. നാളെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് റിലയൻസിനെയാണ്. റിലയൻസിനെ IT സ്റ്റോക്കുകളെയാണ് വാച്ച് ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കുക. അതിനുശേഷം പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് കൂടെ നോക്കുക. ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്കെതിരെ എന്തൊക്കെയാണ് സംഭവവാസങ്ങൾ ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാരണം ഏത് നിമിഷം എന്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് ആസിയാൻകാർ മീറ്റിംഗ് നടക്കുമ്പം അവിടെ ട്രംപ് ഡയലോഗുകളൊക്കെ പറയാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ആ ഡയലോഗിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എല്ലാവർക്കും നാളെ ഒരു നല്ല പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.